Welcome back to OP 10.0 Session for Syllabus Decoding, MSc Food Safety and Quality Management. Welcome to the LearnWise family. Session 4 Syllabus Decoding, OP 10.0. Okay, ഈ ഒരു സെഷനകത്ത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ സെഷന്റെ ഔട്ട്കംസ് ആണ്. അതിനു മുമ്പ് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഷഫ്ന മാമിനെ, ലോജിഷ മാമിനെ, അതുപോലെ തന്നെ മുബീന മാമിനെ ആൻഡ് റയീസ് സാറിനെ ഞാൻ ഈ ഒരു ഇവന്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ഓൺ ബിഹാഫ് ഓഫ് ഓൾ മൈ ലേണേഴ്സ് ആൻഡ് മൈസെൽഫ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാല്യുബിൾ ആയിട്ടുള്ള അഡ്വൈസസ് തരാനും അതുപോലെ തന്നെ ഈ സെഷനെ ഫ്രൂട്ട്ഫുൾ ആക്കാനും വേണ്ടിയിട്ടാണ് അവർ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ സെഷനിൽ എന്താണ് നോക്കാൻ പോകുന്നത് നോക്കാം. നിങ്ങൾ കുറെ നാളുകൊണ്ട് ഞാൻ പറയാനല്ലേ സിലബസ് ഡീകോഡിംഗ് വരുന്നുണ്ടെന്ന്. ആസ് യൂഷ്വൽ നമ്മുടെ നെയിം പറയുന്നത് പോലെ തന്നെയാണ് സിലബസിനെ കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, അതായത് ഈ ഒരു 4 വർഷം അല്ലെങ്കിൽ ഈ ഒരു 3 വർഷം അല്ലെങ്കിൽ ഈ 2 വർഷം നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും നമ്മൾ ഈ സിലബസിൽ കവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഡീകോഡ് ദ കോഴ്സസ്, ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിന്റെ കോഴ്സ് കോഡ്, ഓരോ കോഴ്സിനും ഓരോ കോഴ്സ് കോഡ് ഉണ്ടല്ലോ അല്ലെ. ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴായാലും ഞാൻ എന്താ പറയാറ്, നിങ്ങൾ MPVC 101, MPVC 102 എന്നൊക്കെ പറയുന്ന കോഴ്സസ് എന്താണ്, കോഴ്സിൽ ബ്ലോക്സ് എന്താണ്, യൂണിറ്റ്സ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മുടെ മെറ്റീരിയൽ സപ്പോർട്ട്, ലേൺവൈസിലുള്ള മെറ്റീരിയൽ സപ്പോർട്ട് ഏതൊക്കെയാണ്, ലൈക്ക് ഇപ്പൊ നമുക്ക് റെക്കോർഡഡ് വീഡിയോസിന് പുറമെ നമുക്ക് കുറെ മെറ്റീരിയൽ സപ്പോർട്ട് ഉണ്ട്. എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ടൈം ലൈൻ ക്ലാരിറ്റി, അതായത് അസൈൻമെന്റ് എപ്പോഴാണ്, എക്സാം എപ്പോഴാണ് വരുന്നുണ്ടാവുക, സ്റ്റഡി സ്ലോട്ട്സ് നിങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ലൈക്ക് ഒരു വർഷത്തേക്കുള്ള നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റ് എങ്ങനെയാണ് നിങ്ങൾ ഇതിൽ കീപ്പ് ചെയ്യേണ്ടത് എന്നും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെയുള്ള നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേറെയും സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ട്. മെന്റർഷിപ്പ് പ്രോഗ്രാമിലും ബോത്ത് നോൺ മെന്റർഷിപ്പ് പ്രോഗ്രാമിലും ജോയിൻ ചെയ്ത് നമ്മുടെ MSc ഫുഡ് സേഫ്റ്റി ലേണേഴ്സിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് സെഷൻസ് എങ്ങനെയാണ്, മോഡൽ എക്സാംസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമുക്ക് ടെർമിനലിന്റെ എക്സാമിനേഷന്റെ ഹെൽപ്പ് ഡെസ്ക് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ എല്ലാ സെഷനെ പോലെ തന്നെ ഈ സെഷനിൽ നമുക്കൊരു ആക്ഷൻ ടാസ്കും ഉണ്ടാവും. ആ ആക്ഷൻ ടാസ്കും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. വാട്ട് ഇസ് ഇഗ്നോ സിലബസ്? ഇഗ്നോ സിലബസിന് 5 ലെയേഴ്സ് ആണുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് ഈ 5 ലെയേഴ്സ് എന്ന് പറയുന്നത്? പ്രോഗ്രാം എന്ന് പറയുന്നത് ഐദർ സെമസ്റ്റർ ബേസ്ഡോ അല്ലെങ്കിൽ അത് ഇയർ ബേസ്ഡോ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ചില കോഴ്സസ് സെമസ്റ്റർ ബേസ്ഡ് ആയിരിക്കും, അതായത് 6 മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് എക്സാം വരുന്നതായിരിക്കും. ചില എന്താ പറയാ കോഴ്സസ് ഇയർ വൈസ് ആയിരിക്കും. നിങ്ങളുടെ കോഴ്സസ് എങ്ങനെയാണ്? ഇയർ വൈസ് കോഴ്സ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയറിലേക്കുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിലേക്കുള്ള സിലബസ് ആണ് നമ്മളിവിടെ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഓരോ കോഴ്സിനും ഓരോ ബ്ലോക്കിനും അതിൻ്റെതായിട്ടുള്ള കോഡ് ഉണ്ട്, ടൈറ്റിൽ ഉണ്ട്, ക്രെഡിറ്റ്സ് ഉണ്ട്. ഓക്കെ, ഓരോ ബ്ലോക്കിനും ഇത്ര ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ ഓരോ പേപ്പറിനും ഇത്ര ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ക്രെഡിറ്റ്, എന്താണ് ടൈറ്റിലിൽ പറയുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ക്രെഡിറ്റ് എന്താണ്? ക്രെഡിറ്റ് 1 ക്രെഡിറ്റ് ഇസ് ഈക്വൽ ടു 30 സ്റ്റഡി അവേഴ്സ്. ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മൾ ഒരു സബ്ജക്റ്റിൽ എത്രത്തോളം ഇൻപുട്ട് കൊടുക്കണം എന്നുള്ളതാണ് ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടേത് ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ഉള്ള ഒരു എന്താ പറയുക കോഴ്സാണ്. സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. MSc ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് 72 ക്രെഡിറ്റ്സ് 36 എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സാണ് നിങ്ങളുടെ. ഓക്കെ, പിന്നെ അടുത്തത് യൂണിറ്റ്സ് ആണ്. നിങ്ങൾ SLM നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ബ്ലോഗ്സിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് യൂണിറ്റ്സ് എന്നാണ്. പക്ഷെ നിങ്ങൾ റെക്കോർഡഡ് വീഡിയോസ് നോക്കുമ്പോഴും നമ്മുടെ ആപ്പിലുള്ള മെറ്റീരിയൽസ് നോക്കുമ്പോഴും നിങ്ങൾ ലെസൺസ് എന്നാണ് കാണുന്നത്. അപ്പൊ അതെന്താണ് അതിന്റെ ഡിഫറൻസ്? രണ്ടും സെയിം കാര്യങ്ങൾ തന്നെയാണ്. അതായത് ലേൺ വൈസിൽ നമ്മൾ യൂണിറ്റ് ടു യൂണിറ്റ് മാപ്പിങ്ങിനെ ലെസൺസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. സോ ലെസൺ 1 കണ്ടോ ലെസൺ 2 കണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ എത്ര യൂണിറ്റ്സ് കവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് യൂണിറ്റ്സ് ലെസൺ എന്ന് പറയുന്ന കാര്യത്തിന് നിങ്ങൾക്ക് ഇനിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. രണ്ടും ഒരേ കാര്യത്തിനെ തന്നെ നമ്മൾ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷം എങ്ങനെയാണ് അസസ്മെന്റ് നമ്മൾ ചെയ്യുന്നത്, അതായത് നിങ്ങളൊരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഇന്റേണൽ മാർക്സ് പോലെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ് സബ്മിഷൻ എന്ന് പറയുന്നത്. അസൈൻമെന്റ് സബ്മിഷൻ ചെയ്തതിന് ശേഷം ടെർമിനലിന്റെ എക്സാമിനേഷനും കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ്, അതായത് അതും കൂടെ ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോഴാണ് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റുക. ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള റൂൾസ് നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡിൽ അവൈലബിൾ ആണ്. പ്രോഗ്രാം ഗൈഡ് കിട്ടാത്ത ആൾക്കാർക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ അതത് മെന്റേഴ്സ് അല്ലെങ്കിൽ LSCs നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, പ്രോഗ്രാം ഗൈഡിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ ഹോൾ സെഷനെ പറ്റിയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്.
ഓക്കെ, നമുക്ക് ക്വിക്ക് ആയിട്ട് നോക്കാം എന്താണ് പ്രോഗ്രാമിലെ ഫസ്റ്റ് ഇയർ കോഴ്സിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ഇയർ 1 നിങ്ങൾ എങ്ങനെയാണ് ആക്ഷനബിൾ ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ഡീകോഡിംഗ് ദ MSc ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഇതൊരു ബിഗ് പിക്ചറിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും, ബിഗ് പിക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് വൈഡർ ആസ്പെക്റ്റിലേക്ക് നോക്കുമ്പോഴത്തേനും ഇത് നിങ്ങളുടെ ഒരു 2 ഇയർ പ്രോഗ്രാം ആണ്. നമുക്കത് 4 ഇയേഴ്സ് വരെ വാലിഡിറ്റി ഉണ്ട്. ഈ 2 ഇയർ പ്രോഗ്രാം 4 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ അതിലെ ഇയർ 1 എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കുന്നത്. മുമ്പ് നിങ്ങളിപ്പോ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവല്ലോ, എന്റെ പിള്ളേരൊക്കെ നേരത്തെ അഡ്മിഷൻ എടുത്ത ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇതിൽ കണ്ട ഏതൊരു കോഴ്സാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും ഒരു കോഴ്സ്, ഇപ്പൊ ഫുഡ് കെമിസ്ട്രി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റിൽ വരുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾ ഏതാണ് നിങ്ങളെ കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചത്? ഇതെന്താണെന്നൊന്ന് എനിക്ക് അറിയണം, ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, അങ്ങനെ നിങ്ങളെ എക്സൈറ്റ് ചെയ്യിച്ച ഒരു കോഴ്സ് ഏതാണ്? ഈ ഒരു മൊത്തത്തിൽ നിങ്ങൾ സിലബസ് കണ്ടിട്ടുണ്ടാവുമല്ലോ, സിലബസിനെ പറ്റിയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അതിൽ എന്താണ് നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്? സോ നമുക്ക് സിലബസ് മാപ്പിംഗിലേക്ക് ഡയറക്റ്റ് നമുക്ക് സിലബസ് മാപ്പിംഗിലേക്ക് കടക്കാം. സിലബസ് മാപ്പിംഗ് ഫോർ MSc ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് 1, 2, 3, 4, 5 തിയറി പേപ്പേഴ്സ് ആണ് വരുന്നത്. പിന്നെ 3 പ്രാക്ടിക്കൽസും വരുന്നുണ്ട്. ഓക്കെ, പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രൊജക്ട് വർക്ക് എന്ന് പറയുന്ന എക്സ്ട്രാ ആയിട്ടുള്ളത്. ഓക്കെ, ജുമൈലേക്ക് ഫുഡ് മൈക്രോബയോളജി ആണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അല്ലെ? എന്തോ ഒരു ഡിഫറൻസ് ഉള്ള ഒരു കോഴ്സ് പോലെ തോന്നിയിട്ടുള്ളത് ഫുഡ് മൈക്രോബയോളജി ആണ്. നല്ലൊരു കാര്യമാണ്. ഓക്കെ, അതുപോലെ ബാക്കിയുള്ളവരും റെസ്പോണ്ട് ചെയ്തോളൂ കേട്ടോ. ഇൻവൈൽ ഞാൻ അതും ശ്രദ്ധിക്കുന്നതായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ MPV 001 എന്ന് പറയുന്നത് ഫസ്റ്റ് പേപ്പർ എന്താണ്? ഫുഡ് ഫണ്ടമെന്റൽസ് ആൻഡ് കെമിസ്ട്രി. അതിന് 4 ക്രെഡിറ്റ്സ് പേപ്പർ ആണുള്ളത്. ഇതെല്ലാം നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ്. നിങ്ങളുടെ തിയറി പേപ്പേഴ്സ് എല്ലാം നമുക്ക് ഇവിടെ ഫുള്ളി അവൈലബിൾ ആണ്. അതായത് റെക്കോർഡഡ് വീഡിയോസ്, HB, SLM തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനകത്ത് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഈ അവൈലബിലിറ്റി സ്റ്റാറ്റസ് കൊണ്ട് പറയുന്നത്. ബാക്കിയുള്ളത് നിങ്ങളുടെ ലാബ് ആക്ടിവിറ്റി ആണ്. ലാബ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ അതത് സ്റ്റഡി സെന്റർ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ എങ്ങനെ ഏതൊക്കെ ലാബാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ലാബിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഗൈഡിൽ നിന്ന് കിട്ടും. പക്ഷെ ഏതൊക്കെ ലാബ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷൻസ് പറയുന്നുണ്ടാവുക നമ്മുടെ അതത് സ്റ്റഡി സെന്റേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കണം, എന്താണ് അവർ പറയുന്നത് എന്നുള്ളത്. നോക്കുമ്പോൾ നിങ്ങൾക്ക് 2 ലാബ് ആക്ടിവിറ്റി ആണ് വരുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഡിറ്റിങ്ങും കെമിക്കൽ അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നതുമാണ് നിങ്ങൾക്ക് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഒരു പ്രൊജക്ട് വർക്ക് ആണ്. ഓക്കെ, പിന്നെ ഒരു എക്സ്ട്രാ വരുന്നത് ഒരു പ്രൊജക്ട് വർക്ക് ആണ് വരുന്നത്. അപ്പൊ തിയറി പേപ്പേഴ്സ് ഏതൊക്കെയാണ്? ഫുഡ് ഫണ്ടമെന്റൽസ് ആൻഡ് കെമിസ്ട്രി, ഫുഡ് ലോസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇൻക്ലൂഡിംഗ് ദ സപ്ലിമെന്ററി മെറ്റീരിയൽ. FSSAയുടെ സപ്ലിമെന്ററി മെറ്റീരിയലിന്റെയും കൂടെ ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്, ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, ഫുഡ് മൈക്രോബയോളജി. ഇത്രയും പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഈ 5 പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ തിയറി പേപ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് 5 പേപ്പേഴ്സ് ആണ് വരുന്നത്. അതില് 3 എണ്ണത്തിന് അല്ലെങ്കിൽ 4 എണ്ണത്തിന് 4 ക്രെഡിറ്റ്സ് വെച്ച് വരുന്നുണ്ട്. പിന്നെ ഒന്നിന് 3 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. 3 ക്രെഡിറ്റ് പേപ്പർ ഏതാണ്? നമ്മുടെ മൂക്ക്, അതായത് നോവൽ ടെക്നോളജീസ് ആൻഡ് ഫുഡ് പ്രോസസിംഗ്, ഷെൽഫ് ലൈഫ് എക്സ്റ്റേൺസ് എന്ന് പറയുന്ന ആ ഒരു പേപ്പറിന് 3 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. ബാക്കിയുള്ളതിന് 4 ക്രെഡിറ്റ്സ്. ഈ 4 ക്രെഡിറ്റ്സും 3 ക്രെഡിറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ പേപ്പർ ഇടുമ്പോഴത്തേക്കും ടോട്ടൽ മാർക്കിന് വ്യത്യാസം ഉണ്ടാവും. 4 ക്രെഡിറ്റ്സ് പേപ്പർ ഇപ്പൊ 50 മാർക്സിലാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ 3 ക്രെഡിറ്റ്സ് പേപ്പർ അതിലും കുറവായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതുപോലെയാണ് ഈ 2 ക്രെഡിറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ക്രെഡിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ പേപ്പറിന്റെ അത്രയും വെയിറ്റേജ് നമുക്ക് നോക്കാനായിട്ട് പറ്റുക. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫുഡ് ടോക്സിക്കോളജി ആൻഡ് പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. പിന്നെ ഫുഡ് ബയോടെക്നോളജി, റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഫുഡ് ടെക്നോളജി ആൻഡ് സേഫ്റ്റി, മൂക്ക് ഓൺ ദ നോവൽ. മൂക്ക് കോഴ്സ് നമ്മൾ ഈ മറ്റേ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, MPTL ലെക്ചേഴ്സിൽ മൂക്ക് കോഴ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുന്നതാണ്. മൂക്ക് ഓൺ ദ നോവൽ ടെക്നോളജീസ് ഫോർ ഫുഡ് പ്രോസസിംഗ് ആൻഡ് ഷെൽഫ് ലൈഫ് എക്സ്റ്റേൺസ്. പിന്നെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. എങ്ങനെ റിസർച്ച് ചെയ്യാം, അതൊരു കോമൺ പേപ്പറാണ്. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസർട്ടേഷനും സെമിനാറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും റിസർച്ച് എങ്ങനെ ചെയ്യാൻ അറിയണം എന്നുള്ളതാണല്ലോ ഡിസർട്ടേഷൻ ഒക്കെ ചെയ്യുമ്പോൾ. പിന്നെ സെമിനാറിന് എന്താ പറയാ 1 ക്രെഡിറ്റ് ആണുള്ളത്. അപ്പൊ അത്രയും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ സെമിനാർ അവിടെ പോയി ചെയ്യണം എന്നുള്ള ഭയങ്കര ടെൻഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. 1 ക്രെഡിറ്റ് പേപ്പർ ആണത്, അല്ലെങ്കിൽ 1 ക്രെഡിറ്റേ ഉള്ളൂ. അപ്പൊ അത്ര തന്നെ ഇമ്പോർട്ടൻസ് അതിന് വരുന്നുള്ളൂ. ഓക്കെ, പിന്നുള്ളത് ഡിസർട്ടേഷൻ ആണ്. അതിന് 16 ക്രെഡിറ്റ്സ് വരുന്നുണ്ട്. ഡിസർട്ടേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ MSc പ്രൊജക്ടിനെയാണ് നമ്മൾ ഡിസർട്ടേഷൻ എന്ന് പറയുന്നത്. അതായത്
നമ്മൾ MSc ഒരു ഗൈഡിന്റെ അണ്ടറിൽ വർക്ക് ചെയ്തിട്ട് ആ ഗൈഡ് നമുക്ക് ഒരു ഡെസർട്ടേഷൻ മാതിരി ഒരു പ്രൊജക്ട് രൂപത്തിൽ നമുക്ക്, നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രൊജക്ട് അല്ലാട്ടോ ഈ പ്രൊജക്ട്, രണ്ടും വേറെ വേറെ കാര്യങ്ങളാണ്. ആ ഡെസർട്ടേഷൻ നിങ്ങൾ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന്ന് വൈവ ചോദിക്കുന്നു, അതിന്ന് നിങ്ങളെ പ്രസന്റ് ചെയ്യാൻ പറയുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡെസർട്ടേഷനിൽ വരുന്നുണ്ടാവുക. ഡിപ്പെൻഡിങ് ഓൺ ദ കോഴ്സ് ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റഡി സെന്റേഴ്സ് മാറുന്നതായിരിക്കും. ഇപ്പൊ ഒരു സ്റ്റഡി സെന്ററിൽ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല വേറൊരു സ്റ്റഡി സെന്ററിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കോളേജസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്, കോളേജസിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടത്തെയും ഒരു സ്ട്രക്ചർ വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയ ഡിസർട്ടേഷൻ ഇവിടെ 16 ക്രെഡിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രൊജക്ട് വർക്കിന് 8 ക്രെഡിറ്റ്സ് ആണുള്ളത്, അതായത് എക്സാക്ട് ഹാഫ്. അതായത് പ്രൊജക്ട് വേറെ തന്നെ ഒരു എൻറ്റിറ്റി ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, പ്രൊജക്ട് പോലെ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് 2 ഇയർ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പേപ്പറിലേക്ക് കടക്കാം. ഫുഡ് ഫണ്ടമെന്റൽസ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് പേപ്പർ 001 എന്ന് പറയും, MPV 001 എന്ന് പറയുന്ന പേപ്പറിൽ ബ്ലോക്ക് 1 നമ്മൾ നോക്കാൻ പോകുന്നത് ഫുഡ് ഫണ്ടമെന്റൽസ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. ആ ബ്ലോക്ക് 1 എന്തൊക്കെയാ വരുന്നത്? ഫുഡ് ബേസിക്സ്, ഫുഡ് ഫ്രം പ്ലാന്റ് സോഴ്സസ്, ഫുഡ് ഫ്രം ഓഫ് ആനിമൽ ഒറിജിൻ ആൻഡ് അതർ ഫുഡ്സ്. അതായത് ബേസിക് ആയിട്ടുള്ള ഫുഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക. ഓൾറെഡി ഫുഡ് സേഫ്റ്റി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ് സോഴ്സസ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആനിമൽ സോഴ്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഫുഡ് കാറ്റഗറിയെ മൊത്തത്തിൽ നിങ്ങൾ ഫുഡ് ഫണ്ടമെന്റൽസ് ആൻഡ് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ബ്ലോക്കിലാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ യൂണിറ്റ് 4 വരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഡയറക്ട്ലി യു ആർ ഗോയിങ് ഇൻ ടു ദ കെമിസ്ട്രി പാർട്ട്. ഓക്കെ, കെമിസ്ട്രി എന്ന് പറയുന്നത് ഫുഡിനെ പറ്റിയിട്ടുള്ള കെമിസ്ട്രി, നോട്ട് ദി അതർ കെമിസ്ട്രി വിച്ച് യു ആർ ഗോയിങ് ടു ബി ലേണിംഗ് ഫോർ ദ MSc കെമിസ്ട്രി ആൻഡ് ഓൾ. അതിൽ പഠിക്കുന്ന കെമിസ്ട്രി അല്ല ഇതെന്ന് പറയുന്നത്. ഫുഡ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കെമിസ്ട്രി എന്താണെന്നുള്ളത് അതെന്തൊക്കെയാണ്? വാട്ടർ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ ആൻഡ് എൻസൈം, ലിപ്പിഡ്സ്, വിറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഫുഡ് അഡിറ്റീവ്സ്. ഇപ്പൊ നിങ്ങൾ BSc ഫുഡ് സേഫ്റ്റിയുടെ ഒരു ഇതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓരോ ഇയർ ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇതെല്ലാം 2 ബ്ലോക്കിലും കൂടി ആയിട്ട് പഠിക്കും. അതായത് വാട്ടർ, കാർബോഹൈഡ്രേറ്റ്സ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, ഇന്ന ഫുഡിൽ ഇത്ര പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത്ര പ്രോട്ടീൻ ലെവൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഒരു ഇതിലെ പ്രോട്ടീൻ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫുഡ് കെമിസ്ട്രിയിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം ഇത്രയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പൊ ബ്ലോക്ക് 1ൽ ഇത്രയും യൂണിറ്റ്സ് ഇല്ലേ മിസ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അല്ല, ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ കുറച്ചും കൂടെ ഡീപ്പ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ്. ഓക്കെ, അത്രേ വരുന്നുള്ളൂ ഈ ഒരു സംഭവത്തിന്. ബേസിക്സ് തന്നെയാ പറയുന്നത്, നിങ്ങൾ ഈ ഹെഡിങ്സ് ഒന്നും കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ബ്ലോക്ക് 3ലേക്ക് വരുമ്പോഴത്തേക്കും ഫുഡ് അനാലിസിസ് ആണ് വരുന്നത്. എന്താണ്? സാമ്പിളിംഗ് ടെക്നിക്സ് ഫോർ ഫുഡ് പ്രോഡക്ട്സ്. അതായത് ഓരോ ഫുഡ് സാമ്പിൾ നമ്മൾ എങ്ങനെയാണ് സാമ്പിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഫുഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഓരോ പെർട്ടിക്കുലർ മെത്തേഡ്സ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്, അല്ലെ? നമ്മൾ എല്ലാ ഫുഡിനും ഒരേ മെത്തേഡ്സ്, ഇപ്പം എന്താ പറയാ, ഓയിലി ഫുഡിനും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ബേക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിന് നമുക്ക് ഒരേ ടെസ്റ്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഓയിൽ ടെസ്റ്റിന് അതിൻ്റെതായിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്, ബേക്ഡ് ഐറ്റംസിന് അതിൻ്റെതായിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ അതിന്റെ മോയ്സ്ചർ ആയിരിക്കും നമുക്ക് അളക്കേണ്ടി വരുന്നത്. അങ്ങനത്തെ സാമ്പിളിംഗ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സിന്റെ ടെക്നിക്സ് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അനാലിസിസ് ഓഫ് ഫുഡ്. എങ്ങനെയാണ് ടെക്സ്ചർ വരുന്നത് ഒരു ഫുഡിന്? ഇപ്പൊ നമ്മൾ പറയില്ലേ കേക്കിന് ഇന്ന ഷേപ്പാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രക്ചർ ആണ് വേണ്ടത് എന്നുള്ളത്. അതിന്റെ കെമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ അനാലിസിസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഓരോ ഫുഡ് പ്രോഡക്ട്സിനും അല്ലെങ്കിൽ ഓരോ ഫുഡിനും എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ചിലത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചിലതിപ്പം ചില ഏരിയാസിലൊക്കെ വാട്ടർമെലനെ വരെ അവരെ ഇങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ട് ബോക്സ് ആക്കിയിട്ട് അവർ വളർത്താറുണ്ട്. അതായത് റെസ്ട്രിക്റ്റഡ് ഗ്രോത്ത് ഒക്കെ ചെയ്യുന്നതുണ്ട്. സോ നാച്ചുറൽ ഗ്രോത്തിനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടാണ് ഈ വാട്ടർമെലനൊക്കെ നമ്മൾ ബോക്സ് ഷേപ്പിലാക്കുന്നത്. വൈ വി ആർ മേക്കിംഗ് ഇറ്റ് ഇൻ ബോക്സ് ഷേപ്പ് മീൻസ് ദാറ്റ് നമുക്കത് കുറച്ചും കൂടെ സ്റ്റോറേജിന് എളുപ്പമാണ്. ഈ വാട്ടർമെലൻസ് നമ്മൾ റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലൊക്കെ യൂസ് ചെയ്യുന്നതിലും കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള അതിന്റെ കെമിക്കൽ അനാലിസിസ് ഒക്കെ. ഇൻസ്ട്രുമെന്റേഷൻ ഇൻ ഫുഡ് അനാലിസിസ്, ഓരോ ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ലാബ് വരുന്നുണ്ട്, ലാബിൽ ചെല്ലുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ എങ്ങനെയാണ് ആ ടെക്നിക്സ് എന്നുള്ളത്. പിന്നെ സെൻസറി ഇവാലുവേഷൻ ഓഫ് ഫുഡ് പ്രൊഡക്ട്സ്. നമ്മളുടെ സെൻസറി ഇവാലുവേഷൻസ് എങ്ങനെയാണ്? സ്മെല്ലിലൂടെ അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കണ്ട്,
എന്തായാലും ഫുഡിനെ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് ടെക്നിക്സ് ആണ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ചില സ്മെല്ല് വരുന്നത്, ചില ഈ ഒരു ചില പെർട്ടിക്കുലർ സംഭവത്തിന് സ്മെല്ല് ഉണ്ടാവില്ല, പക്ഷെ അത് കാണുമ്പോൾ ഒരു എസ്തെറ്റിക്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ സെൻസറി ഇവാലുവേഷൻസ് ഒക്കെ നമ്മൾ ഫുഡ് പ്രൊഡക്ട്സിന് ചെയ്യുന്നത്. പിന്നെ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഫുഡ് പ്രോസസിംഗ് ആൻഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് പോലെ എന്താ പറയാ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഹൈജീനിക് ആയിട്ട് നമ്മൾ പ്രോസസ് ചെയ്ത് കൺസ്യൂമറിന്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളത്. ക്വാളിറ്റി മാനേജേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ അത് മേക്ക് ഷുവർ ചെയ്തിരിക്കണം. സോ ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് പ്രിസർവേഷൻ ആൻഡ് പ്രോസസിംഗ്, ഫുഡ് പാക്കേജിംഗ്, വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി. അതായത് ഇപ്പം നമ്മളിപ്പോ ബൾക്കായിട്ട് ഫുഡ് പ്രോസസിംഗ് ചെയ്യുന്ന സമയത്ത് സർപ്ലസ് ആയിട്ട് ഒരുപാട് ഐറ്റംസ് വരും. ഇപ്പൊ നമുക്ക് ഒരു പാക്കറ്റിൽ 250 grams ഓഫ് ടർമറിക് പൗഡർ ആണെന്നുണ്ടെങ്കിൽ ആ 250 grams മാത്രമേ നമുക്ക് അത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും ഈ കടക്കാര് നമുക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ കുറച്ചും കൂടെ എന്താ പറയാ ടർമറിക് അല്ലെങ്കിൽ എക്സ്ട്രാ കുറച്ചും കൂടെ മുളക് പൊടി ഇരുന്നോട്ടെന്നൊന്നും വിചാരിക്കില്ല. അവര് അതിൽ പ്രിസ്ക്രൈബ് ചെയ്ത് മെഷീനിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. അങ്ങനെ സർപ്ലസ് ആയിട്ട് വരുന്ന എന്ത് ടൈപ്പ് ഓഫ് ഫുഡ് ആണെന്നുണ്ടെങ്കിലും അതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. എല്ലാം ഈ പറഞ്ഞതുപോലെ എന്താ പറയാ പെട്ടെന്ന് ഡീകേ ആവുന്നതല്ല. സോ വേസ്റ്റ് മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒക്കെ ആയിരിക്കും നിങ്ങൾ ബ്ലോക്ക് 4 നോക്കാൻ പോകുന്നുണ്ടാവുക. അപ്പൊ ഫുഡ് ഫണ്ടമെന്റൽസ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും ഫുഡിന്റെ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അതിന്റെ കെമിസ്ട്രി പരമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും നിങ്ങൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഫുഡ് ലോസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഇൻക്ലൂഡിംഗ് ദ സപ്ലിമെന്ററി മെറ്റീരിയൽ ഫോർ FSSA. അതായത് നമ്മുടെ ഫുഡ് പ്രോസസിംഗ് സ്റ്റാൻഡേർഡ് ലോസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അതായത് ഫസായി റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ റൂൾസ് ഒക്കെ വരുന്നില്ലേ. ഇന്ന റൂളിന്റെ അണ്ടറിൽ ഈ ഇൻസ്പെക്ടർ, ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഒക്കെ പറയില്ലേ, ഇന്ന റൂളിന്റെ അണ്ടറിൽ ഇത്രയും അഡൾട്രേഷൻ പാടില്ല, അങ്ങനത്തെ ലോസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. സോ ബ്ലോക്ക് 1 ഇസ് ഇന്ത്യൻ ഫുഡ് റെഗുലേറ്ററി റെജീംസ്. അതാണ് നമ്മൾ നോക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് റൂൾസ്, ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955. ഇത് നമ്മൾ കുറച്ച് ലോസിനെ പറ്റി പഠിക്കുന്നതാണ്. ഇത്രയും ലോസ് ആണ് അവര് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോസിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ചില ഫുഡിന് ഇത്ര എമൗണ്ട് ഓഫ് അഡൾട്രേഷനെ പാടുള്ളൂ എന്നുണ്ടാവും. ഓക്കെ, കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ മാഗിയുടെ ഇതൊക്കെ അവര് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അങ്ങനെ പല പ്രൊഡക്ട്സും നിർത്തി വെച്ചിട്ട് പിന്നെ തിരിച്ചു വരാറുണ്ട്. അതുപോലെ ഒക്കെ നോക്കുന്നത് ഈ പറഞ്ഞതുപോലെ ക്വാളിറ്റി മാനേജേഴ്സും അതിന്റെ ക്വാളിറ്റി അഡൾട്രേഷൻ ഒക്കെ നോക്കിയതാണ്. ചില ഫുഡ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഇവിടെ അവൈലബിൾ ആവുന്നത് ചിലപ്പോൾ GCC കൺട്രീസിലോ അല്ലെങ്കിൽ പുറത്തുള്ള കൺട്രീസിലോ ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. കാരണം അവരുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡുമായിട്ട് അത് മീറ്റപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഓരോരോ കൺട്രീസിനും ഓരോരോ റീജിയൻസിനും അവരുടേതായിട്ടുള്ള ഫുഡ് ക്വാളിറ്റി അല്ലെങ്കിൽ റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ലോ അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് അത് അപ്ലിക്കബിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബേസിക് ആയിട്ടുള്ള ലോസ് മാത്രമേ ഇത് വരുന്നുള്ളൂ. ഇനി ബ്ലോക്ക് 2 വരുമ്പോഴത്തേക്കും ഗ്ലോബൽ സിനാരിയോ എന്ന് പറയുന്നതാണ്. അതായത് കോർട്ടെക്സ് അലിമെന്ററസ് കമ്മീഷൻ, WTO ഇംപ്ലിക്കേഷൻസ്, അതർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡീസ്. അതായത് നമ്മുടെ ഈ ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ആ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഗ്ലോബൽ സിനാരിയോസിൽ അവരുമായിട്ട് കണക്ഷൻ ചെയ്ത് നിൽക്കുന്ന കമ്മീഷൻസ് എന്തൊക്കെയാണ്? നിങ്ങൾ ആരോടാണ് ചെന്ന് പറയേണ്ടത്? നിങ്ങളിപ്പം ഒരു ഫുഡ് പ്രൊഡക്റ്റ് ശരിയല്ല എന്ന് പറയുമ്പോൾ അത് ആരാണ്? ഈ WHO പോലെയുള്ള ഓർഗനൈസേഷൻസ് ആണ്. അവര് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഗുഡ് എന്നുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഇനി മാർക്കറ്റിൽ അവൈലബിൾ ആവില്ല എന്നുള്ള നമ്മൾ കുറച്ചും കൂടെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ലോസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ടാവുക. പിന്നെ ബ്ലോക്ക് 3 വരുമ്പോഴത്തേക്കും എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ലോസ് ആൻഡ് റെഗുലേഷൻസ്, FTDR ആക്ട് 1992, ഫോറിൻ ട്രേഡ് പോളിസി, എക്സ്പോർട്ട് ആക്ട് 1963, export regulations and promotion bodies, plant and animal quarantine, custom act and import regulation, control regulations. അതായത് നമ്മുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട്, അതായത് നമ്മളിപ്പം ചില സമയത്തൊക്കെ ഒരുപാട് ഈ എന്താ പറയാ ആനിമൽസിനെയും ഇതിനെയൊക്കെ ക്വാറന്റൈൻ ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഉണ്ടാവുന്ന ഫുഡ് നമ്മൾ കഴിക്കരുത് എന്നൊക്കെ പറയില്ലേ. ഇത്ര സമയം നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ച് ചിക്കൻസ് യൂസ് ചെയ്യരുത് എന്നൊക്കെ പറയില്ലേ. അതായത് ഈ ആനിമൽസിനെ പോലും, ആനിമൽസ് ആയിക്കോട്ടെ പ്ലാന്റ്സ് ആയിക്കോട്ടെ എന്ത് ഫുഡ് പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ കവറിനും ഉണ്ടാവും ഒരു എക്സ്പയറി ഡേറ്റ്, അതുപോലെ തന്നെ അതിനകത്തുള്ള ഫുഡിനും ഉണ്ടാവും എക്സ്പയറി ഡേറ്റ്. ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും നമുക്ക് ആ ഒരു അനിമലിനെയോ എന്തിനായാലും നമുക്ക് അവിടെ ക്വാറന്റൈൻ വെക്കാൻ വേണ്ടി പാടില്ല. എല്ലാവരും ഇപ്പൊ ഇത് നോക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും അല്ല, അതാണ് റൂള് എന്ന് പറയുന്നത്. ഇതൊക്കെ 1963 വളരെ
വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയ റൂൾസ് ആണ് ഈ ഒരു ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ആ റൂൾസ് ഒക്കെ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. പ്ലാന്റ് ആൻഡ് അനിമൽ ക്വാറന്റൈൻ എന്നൊക്കെ പറയുന്നത്. ഒരുപാട് ദിവസം പഴക്കമുള്ള ചിക്കൻ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചിക്കൻസ് യൂസ് ചെയ്യുമ്പോൾ ഫുഡ് പോയ്സണിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊക്കെയുള്ള പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ ബ്ലോക്ക് 3 നോക്കുന്നുണ്ടാവുക. ബ്ലോക്ക് 4 വരുമ്പോഴത്തേക്കും അതർ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ആൻഡ് സ്റ്റാൻഡേർഡ്, അതർ ഫുഡ് റിലേറ്റഡ് ലോസ് ഫോർ ദ ഫുഡ് പ്രോഡക്ട്സ്, വോളണ്ടറി നാഷണൽ സ്റ്റാൻഡേർഡ്, ബിസ് ആൻഡ് AG മാർക്ക്. AG മാർക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എല്ലാത്തിലും ഈ ഒരു AG മാർക്ക്, BIS മാർക്ക് എന്നൊക്കെ പറയില്ലേ. സ്വർണത്തിന് 916 സ്വർണ്ണാണെന്നൊക്കെ പറഞ്ഞ് ഒരാൾ മാർക്ക് ചെയ്യില്ല. അതുപോലെ ഇതിന് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, നാഷണൽ ഏജൻസീസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുഡ് ലോസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ഫുഡ് ലേബലിംഗ്. ഓക്കെ, നമ്മൾ ഫുഡ് ലേബൽ ചെയ്യാനും അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഫുഡ് പ്രൊഡക്ട്സിനൊക്കെ പേര് കൊടുക്കും, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനാണ് ഒരു ഫുഡ് ഉണ്ടാക്കുന്നതെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ദിർ ഇസ് എ സ്റ്റാൻഡേർഡ്. നമ്മളത് ഫുഡ് പ്രോസസ്സ് ചെയ്ത് വെക്കുന്നതിന് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്ത് എന്താ പറയാ ജങ്ക് ഫുഡ് ആയാലും പാക്കേജ്ഡ് ഫുഡ് ആയാലും അതിന്റെ എന്താ പറയാ ബാക്കിൽ ഇൻസ്ട്രക്ഷൻസിന്റെ കൂടെ ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ കെമിക്കൽസ് അടങ്ങിയിരിക്കുന്നതിന്റെ പെർസെന്റേജ് വരെ ഉണ്ടാവും. ആ പെർസെന്റേജിന് അപ്പുറവും ഇപ്പുറവും പോയി കഴിഞ്ഞാൽ ആ ഫുഡ് മാർക്കറ്റിൽ പിന്നെ ഇറങ്ങില്ല. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെയാണ് ലോസ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഫുഡ് ലേബലിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് നിങ്ങൾ ആ ഒരു പേപ്പറിനകത്ത് പഠിക്കേണ്ടത്. നെക്സ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് 003 പ്രിൻസിപ്പൽസ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സേഫ്റ്റി സിസ്റ്റം, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, പ്രൊജക്ട് മാനേജ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക. എന്തിന് ഫുഡ് സേഫ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം, എങ്ങനെയാണ് ഫുഡ് സേഫ്റ്റി സിസ്റ്റംസ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ അതോറിറ്റീസ്, എന്തൊക്കെയാണ് ആ ക്വാളിറ്റി മാനേജ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ബ്ലോക്ക് 1 നോക്കുന്നുണ്ടാവുക. അതായത് ബേസിക്സ്, ഫുഡ് സേഫ്റ്റിയുടെ ബേസിക്സ്. ഇനി റിസ്ക് അനാലിസിസ്, ഇൻട്രൊഡക്ഷൻ ടു റിസ്ക് അനാലിസിസ്, റിസ്ക് മാനേജ്മെന്റ്, റിസ്ക് അസസ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതായത് ഒരു ഫുഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് ആവാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരു പ്രൈമറി സോഴ്സിന്റെ റിസ്ക് എങ്ങനെയാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഈ നമ്മൾ നേരത്തെ പഠിച്ച ലോസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അനാലിസിസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നമ്മൾ അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് അവർക്ക് കൊടുക്കണം. ഇപ്പൊ ഹോട്ടൽസ് നടത്തുന്ന ആൾക്കാരായിക്കോട്ടെ, ഇപ്പൊ എന്ത് തന്നെ ഫുഡ് പ്രോസസ്സിംഗിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, റിസ്ക് മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതും നമ്മൾക്ക് അവര് എന്തൊക്കെയാണെന്നുള്ളത് മേ ബി നമ്മളായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണെന്നുള്ളത് ആ മാനേജ്മെന്റ് ഇനി അതെങ്ങനെ അസസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, നിങ്ങളാണ് അത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത്ര ഫുഡിന് ഇത്ര റിസ്ക് ഉണ്ട്, അതായത് ഇത്രയും ഷെൽഫ് ലൈഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് ഇവിടുന്ന് എടുത്ത് മാറ്റണം, ഇനി അത് നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറയാനായിട്ട് അതോറിറ്റി ഉള്ള ക്വാളിറ്റി മാനേജേഴ്സ് വരുന്ന അവർ പഠിക്കുന്ന കാര്യങ്ങളാണ് റിസ്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ബ്ലോക്ക് 3 വരുന്നത് HACCP എന്ന് പറയുന്നത് ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സ്ട്രക്ചർ ഓഫ് HACCP prerequisites and good hygiene practices, principles and implementation of HACCP, case studies of HACCP. ഈ HACCP എന്ന് പറയുന്ന ഓർഗനൈസേഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഇതിൽ വരുന്ന ഒറിജിൻ എങ്ങനെയാണ്, അതിന്റെ പ്രീ റിക്വസിറ്റ്സ് എങ്ങനെയാണ്, അവര് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഹൈജീൻ പ്രാക്ടീസസ് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്, കേസ് സ്റ്റഡീസ്, അതായത് ഇവർക്ക് സ്വന്തമായിട്ട് ചില കേസ് സ്റ്റഡീസ് ഉണ്ടാവും. അതായത് ചില പ്രോഡക്ട്സ്, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു, ഈ പ്രോഡക്റ്റ് ഇങ്ങനെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, സോ വി ഹാവ് ഗിവൺ ദം ദിസ് കൈൻഡ് ഓഫ് റെഗുലേഷൻസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ബോഡിയെ പറ്റി പഠിക്കുന്നതാണ്. ഇനി അതർ ഫുഡ് സേഫ്റ്റി പ്രാക്ടീസസ്, ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, ഗുഡ് അനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് ഗുഡ് മാനുഫാക്ചറിംഗ് practices, good retail practices, good transport practices, nutrition labeling and traceability studies. അതായത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പം നമ്മളൊരു ചിക്കൻ ഫാം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു പിഗ് ഫാം നടത്തുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു കൂട്ടം അനിമൽസിനെ ക്വാറന്റൈൻ ചെയ്ത് വെക്കാനായിട്ട് അല്ലെങ്കിൽ എന്റെ സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് എനിക്ക് ഇത്ര സമയമുണ്ട്. ആ സമയത്തിന് ശേഷം ഉള്ള ഈ എന്ത് ടൈപ്പ് ഓഫ് അനിമൽസിനെ ആണെങ്കിലും നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ചിലത് നമ്മൾ എന്താ പറയാ, അത് നമ്മൾ ആ ഇതിന്ന് പറിച്ച ഉടനെ നമ്മൾ അത് മാർക്കറ്റിലേക്ക് ഇറക്കേണ്ടതായിട്ടുണ്ട്, ചിലത് പ്രിസർവ് ചെയ്ത് ഇറക്കേണ്ടതായിട്ടുണ്ട്.
ഇത് കൂടുതൽ പ്രശ്നം വരുന്നത് ഈ മഷ്റൂം ഒക്കെ വളർത്തുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എന്താ പറയാ ഈ പ്രാക്ടീസസ് ഒക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. മഷ്റൂം എന്ന് പറയുന്നത് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും അത് എന്താണ് പോയിസൺ ലെവൽ കൂടുകയാണ്. അപ്പോൾ കുറെ പ്രോഡക്ട്സ് ഉണ്ട് ഇതുപോലെ നമുക്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ അതിന്റെ പോയിസൺ ലെവൽ കൂടും എന്നുള്ളത്. ഓക്കെ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഒക്കെ വരുന്നതിന്റെ പ്രാക്ടീസസ് എന്താണ്, എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂണിറ്റ് 13, 14 ആൻഡ് 15 നമ്മൾ നോക്കുന്നത്. പിന്നെ ട്രേസബിലിറ്റി സ്റ്റാറ്റസ്, എങ്ങനെയാണ് നമുക്ക് ഇതിനെ ട്രേസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതായത് ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഇവിടെ വന്നിട്ട് ഇത്ര സമയമായി, അതിന് ഇത്ര ഷെൽഫ് ലൈഫ് ഉണ്ട്, അതിനി എപ്പോ പുറത്തു പോകും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ ഒരു പ്രാക്ടീസസ്. പിന്നെ ട്രാൻസ്പോർട്ട് പ്രാക്ടീസസ്, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ മിൽക്ക് പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ, അതായത് നമ്മുടെ കേർഡ്, പിന്നെ ബട്ടർ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് പ്രാക്ടീസ് ഉണ്ട്. നമുക്ക് വെറുതെ അത് വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ, ചിൽഡ് ആയിട്ടുള്ള സ്പേസിൽ കൊണ്ടുപോകണം. അങ്ങനെയുള്ള ന്യൂട്രീഷണൽ ആയിട്ടുള്ള ലേബലിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനകത്തായിരിക്കും പഠിക്കുന്നുണ്ടാവാം. ഓക്കെ, അത്രയാണ് ആ ഒരു പേപ്പറിനകത്ത് നോക്കുന്നത്. പിന്നെ 004 ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, സെയിം ഒരു പേപ്പറിനകത്ത് വരുന്നത്. അതായത് വേറൊരു സെറ്റ് 4 വരുന്ന ആ ഒരു പേപ്പറിൽ ബ്ലോക്ക് 1 വരുന്നത് മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് ഓഡിറ്റിംഗ്, അക്രഡേഷൻ, ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് സിസ്റ്റം, ഓഡിറ്റിംഗ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് അക്രഡേഷൻ. അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഡിറ്റിങ്ങിനൊക്കെ പോകേണ്ടതായിട്ട് വരും. അതായത് എങ്ങനെയാണ് നിങ്ങൾ ഇത്ര സമയം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഒരു സിസ്റ്റം മാനേജ്മെന്റ് എങ്ങനെയാണ്, ഓഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ അക്രഡേഷൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ISO 9001 to 2000, അതിന്റെ മൊത്തത്തിലുള്ളൊരു ആ ഒരു സിസ്റ്റത്തില് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ബോഡിയുടെ മൊത്തത്തിലുള്ള ഒരു ഹിസ്റ്ററി നമ്മൾ HACCP നോക്കിയില്ലേ, അതുപോലെ തന്നെ വരുന്നതാണ്. അതിന്റെ ഓവർവ്യൂ, സ്ട്രക്ചർ, ക്ലോസ് വൈസ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ. നമ്മളിപ്പോ പറയില്ലേ ഓരോ സെക്ഷൻ, ഇപ്പൊ ലോ ഒക്കെ പഠിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയില്ലേ ഇന്ന സെക്ഷൻ എന്ന് പറയുന്നത് ക്രിമിനൽ ലോസ് വരുന്നതാണ്, ഇന്ന സെക്ഷൻ സിവിൽ ലോസ് വരുന്നതാണ് എന്നൊക്കെ പറയുന്നത് പോലെ സെക്ഷൻസ് വരുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ബ്ലോക്ക് 3 വരുമ്പോഴത്തേക്കും 2200 എന്ന് പറയുന്നത് തൊട്ട് 2005 വരെയുള്ള അതിന്റെ ഓവർവ്യൂ, സ്ട്രക്ചർ, ക്ലോസ് വൈസ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ, കേസ് സ്റ്റഡീസ്. ഇത് ഈ കേസ് സ്റ്റഡീസ് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 3ഉം ഒരിക്കലും മിക്സ് ചെയ്തിട്ട് എഴുതരുത്. ഏതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട്, ഇപ്പൊ എക്സാമിന് പോകുന്ന സമയത്താണ് ഇതിനൊരു ബുദ്ധിമുട്ട് വരിക. കാരണം ഇതിലൊക്കെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്ന ടൈപ്പ് ആയിട്ടുള്ള കുറെ ലോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഓവറോൾ സ്ട്രക്ചർ വരുന്നുണ്ടാവും. ചിലപ്പോൾ പണ്ടത്തതിന്റെ ഒരു എന്താ പറയാ കുറച്ചും കൂടെ റിന്യൂഡ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും ഇതിനകത്ത് പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പോളിഷ്ഡ് വേർഷൻ ആയിരിക്കും മറ്റേതിൽ പറയുന്നുണ്ടാവുക. മിക്സ് ചെയ്ത് എഴുതരുത്, പോയിന്റ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് എഴുതണം. മെയിൻലി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാനാവുന്ന ഒരു കാര്യമാണ് ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പഠിക്കുമ്പോൾ നിങ്ങളത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ പഠിക്കുമ്പോഴേ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ബ്ലോക്ക് 4 വരുന്നത് ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം, overview for the requirement of ISO 17025, requirement specific for food testing laboratories, physical and chemical parameter, requirement specific for food testing, biological parameters, general topics related to food testing laboratories. ഈ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസിലും അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതായത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പാരാമീറ്റേഴ്സ് അവർ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന്റെ ബയോളജിക്കൽ പാരാമീറ്റേഴ്സ്, ഇപ്പം ഫുഡല്ലേ നമ്മൾ ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇപ്പം ബാക്ടീരിയൽ ആണെങ്കിൽ ഗ്രോത്ത് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഫുഡ് ടെസ്റ്റിംഗ് ലാബിലും അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡെക്കോറം എന്തൊക്കെയാണ്, അതിന്റെ ഹൈജീൻ പ്രാക്ടീസസ്, കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു സെക്ഷനകത്ത് നോക്കുന്നുണ്ടാവുക, ബ്ലോക്ക് 4നകത്ത് നോക്കുന്നുണ്ടാവുക. ബ്ലോക്ക് 5 എന്ന് പറയുന്നത് റീറ്റെയിലർ സ്റ്റാൻഡേർഡ് ആണ്. അതായത് ഒരു ഫുഡ് പുറത്തോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, BRC ഫുഡ് ആൻഡ് BRC IOP സ്റ്റാൻഡേർഡ് ഓവർവ്യൂ, ഇന്റർനാഷണൽ ഫുഡ് സ്റ്റാൻഡേർഡ് IFS എന്ന് പറയുന്നത് ആ ഒരു സ്ട്രക്ചറിൽ വരുന്നത്, SQF 1000 ആൻഡ് SQF 2000, ഗ്ലോബൽ ഗ്യാപ്പ് ആൻഡ് ഇന്ത്യ ഗ്യാപ്പ് എന്ന് പറയുന്ന ആ ഒരു റീറ്റെയിലർ സ്റ്റാൻഡേർഡ്സ് ആണ്. അത് ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇന്ന ഫുഡ് ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇത് ഇത്ര സമയം വെക്കണം, അങ്ങനത്തെ ഒക്കെ നമ്മൾ സ്റ്റാൻഡേർഡ്സ് പറയില്ലേ, സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ആണ്. അത് ഒരു ലോ എന്ന് പറയാനായിട്ട് പറ്റില്ല, മോർ ദാൻ എ ലോ, ലെസ് ദാൻ എ സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ പറയുന്ന ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ റീറ്റെയിലർ സ്റ്റാൻഡേർഡ്. ഇത് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മിക്സപ്പ് ചെയ്ത് വരുന്നത് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, ടഫ് ഒന്നുമല്ല, ബട്ട് നമുക്ക് ഈ ഒരുപാട് ലോസും കാര്യങ്ങളും പഠിക്കുമ്പോഴത്തേക്ക് ഇത് ഏതിന്റെ ലോ ആണെന്നുള്ളത് അറിയാണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ പേപ്പേഴ്സ് നോക്കേണ്ടത്. ഇപ്പൊ 4 വരെയുള്ള അത്രയും പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളത്. പിന്നെ ഒരു മൂക്ക് കോഴ്സ് വരുന്നതാണ്, ഇതിന്റെയും ഇതുപോലെ വരുന്ന
അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള അങ്ങനെ 5 പേപ്പേഴ്സ് ആണ്, തിയറി പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. ഇനി ഒരു പേപ്പർ പഠിക്കുന്നത് പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതിനെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 തിയറി പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഈ 5 തിയറി പേപ്പറിനും ഫസ്റ്റ് ഇയറിലെ കാര്യമാണ് പറയുന്നത്. 5 തിയറി പേപ്പറിനും ഓരോ അസൈൻമെന്റ് ആണ് വരുന്നത്. കൃത്യമായിട്ട് ഡ്യൂ ഡേറ്റ് വരുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജൂണിലാണ് എക്സാം എഴുതാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ യൂഷ്വലി ഒരു ഡേറ്റ് വരുന്നത്, അതായത് സബ്മിഷൻ ഡേറ്റ് വരുന്നത് നമ്മുടെ ഒരു മാർച്ച് ഏപ്രിൽ ടൈമിലായിരിക്കും അതിന്റെ സബ്മിഷൻ ഡേറ്റ് വരുന്നുണ്ടാവുക. ഡിസംബർ എക്സാം ആണ് നിങ്ങൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും നിങ്ങൾ അത് എന്താ പറയുക സബ്മിറ്റ് ചെയ്യേണ്ടത് ആയിട്ട് വരിക. ഇതിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള DCQ എന്ന് പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളതും ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസും നമ്മുടെ അസൈൻമെന്റിനകത്ത് ഉണ്ടാവും. അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പണ്ട് സ്കൂളിലും കോളേജസിലും ഒന്നും യൂസ് ചെയ്തിരുന്ന പോലെ ഒരു ടോപ്പിക്കിനെ പറ്റി എഴുതല്ല. ദർ വിൽ ബി ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇറ്റ് ക്യാൻ ബി ഇൻ ബോത്ത് ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറി ആൻഡ് ഷോർട്ട് ആൻസർ കാറ്റഗറി. അങ്ങനെയായിട്ട് വരുന്നതാണ്. അത് ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾ എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ ഇത് ഹാൻഡ് റിട്ടൺ ഫോമിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത് പ്രിന്റഡ് ഫോമിലല്ല, ഹാൻഡ് റിട്ടൺ ഫോമിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫോമാറ്റിൽ വേണം നിങ്ങൾ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് മാറ്റി വെക്കോ, എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൂഫ് വേണം നിങ്ങൾ അത് അവിടെ കൊണ്ടുവച്ചു എന്നുള്ളത്. അങ്ങനെ അവിടെ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒന്ന് നിങ്ങളുടെ കയ്യിൽ വെക്കാനും ഒന്ന് അവർക്ക് കൊടുക്കാനും ഉള്ളത്. അപ്പൊ ഒരു പേപ്പറിന് 2 അക്നോളജ്മെന്റ് സ്ലിപ്പ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പൊ അവർ അക്നോളജ്മെന്റ് സ്ലിപ്പ് സൈൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ വിച്ച് മീൻസ് അത് അവർ റിസീവ് ചെയ്തു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഇത് ട്യൂട്ടർ മാർക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കറക്റ്റഡ് കോപ്പീസ് ചെന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഗ്നോ അതായത് സെന്റേഴ്സിൽ പോയിട്ട് നിങ്ങൾക്ക് അത് കളക്ട് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ ഒരു മന്ത് ഒക്കെ എടുക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ എന്താ പറയാ മാർക്കും കാര്യങ്ങളും നമ്മുടെ അതത് സൈറ്റിൽ അസൈൻമെന്റിന്റെ സൈറ്റിൽ അവർ ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. മിനിമം 35 അല്ല 40 ഒരു 35-40% നിങ്ങൾ MSc സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ യു സ്കോർ ഒരു 40-41% മാർക്ക് അസൈൻമെന്റിൽ സ്കോർ ചെയ്യണം. അതായത് അസൈൻമെന്റിൽ ജയിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതിയിട്ട് കാര്യമുള്ളൂ. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അസൈൻമെന്റ്. ഒരു പേപ്പർ എഴുതണം എന്നുണ്ടെങ്കിൽ അതിന്റെ അസൈൻമെന്റ് നിർബന്ധമായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ആ അസൈൻമെന്റിന് മാർക്ക് കിട്ടാത്ത അങ്ങനത്തെ അവസ്ഥയൊന്നും വരില്ല. ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രഷ് ആയിട്ട് വരുന്ന അടുത്ത സൈക്കിൾ ഫ്രഷ് ആയി വരുന്ന അസൈൻമെന്റ് ഡൗൺലോഡ് ചെയ്യുക, ഇതുപോലെ തന്നെ എഴുതുക, കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുക. വളരെ എന്താ പറയാ ആത്മാർത്ഥതയോടുകൂടെ നല്ല കറക്റ്റ് ആയിട്ട് നിങ്ങൾ പോയി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ വേറെ ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ദിസ് ഇസ് ആൻ അറ്റ്മോസ്റ്റ് കേസ്. അതും നമ്മൾ സംസാരിക്കണമല്ലോ. ഇനി അടുത്തത് ടെർമിനൽ എൻഡ് എക്സാമിനേഷനെ പറ്റിയിട്ടാണ്. ടെർമിനൽ എൻഡ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ TEE വർഷത്തിൽ 2 തവണയാണ് എക്സാം നടത്തുന്നത്. ഒരു കോഴ്സ് വർക്ക് കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ നിങ്ങളുടെ ഇയർ വൈസ് കോഴ്സ് ആവുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്, ഒരു വർഷം നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ഒരു വർഷത്തിന് ശേഷമേ നിങ്ങൾക്ക് ആദ്യത്തെ എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ബാക്കി എക്സാംസ് എഴുതാം. ഇപ്പൊ എന്താ പറയാന്ന് വെച്ചാൽ ഇപ്പൊ ജൂണിൽ അഡ്മിഷൻ എടുത്ത ആൾക്കാരാണ്, ഇയർ വൈസ് കോഴ്സാണ്. അപ്പൊ നെക്സ്റ്റ് ജൂൺ ആകുമ്പോഴേ നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഫസ്റ്റ് എക്സാം എഴുതി ചില പേപ്പേഴ്സ് മാത്രമേ എഴുതിയുള്ളൂ, ബാക്കി പേപ്പേഴ്സ് നിങ്ങൾക്ക് അപ്പൊ ഡിസംബറിൽ എഴുതാം. പക്ഷെ സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റില്ല. അവിടുന്ന് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ സെക്കൻഡ് ഇയറിലേക്ക് എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ വർഷത്തിൽ 2 തവണയാണ് നമുക്ക് എക്സാം വരുന്നത്. ഒന്ന് ജൂൺ സൈക്കിളും ഒന്ന് ഡിസംബർ സൈക്കിളുമാണ്. അതുപോലെ തന്നെ പാസ് മാർക്ക്, അസൈൻമെന്റിന് പാസ് മാർക്ക് കിട്ടിയ ആൾക്കാർക്കും അല്ലെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തവർ മാത്രമേ ടെർമിനൽ എൻഡ് എക്സാമിനേഷൻ എഴുതിയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലെജിബിൾ എന്ന് കാണിക്കും. എക്സാമിനേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് പോയി എഴുതാൻ പറ്റുമായിരിക്കും, അതിനുശേഷം മാർക്ക് വന്നില്ല എന്ന് പറയരുത്, ഇല്ലെജിബിൾ ആണ് നിങ്ങൾ, കാരണം അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ പ്രാക്ടിക്കൽസിന്റെ ടെർമിനൽ എൻഡ് എക്സാമിനേഷൻ സെപ്പറേറ്റ് ആയിട്ട് അതത് സ്റ്റഡി സെന്ററിലായിരിക്കും അവരായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ ക്ലാസ്സും ലാബും എക്സാമും ഒക്കെ ഒരുമിച്ചായിരിക്കും അവർ നടത്തുന്നുണ്ടാവുക. അതൊക്കെ അവരുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾ എഴുതാൻ പോകുന്നത് ആ സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എന്താ മേക്ക് ഷുവർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ അസൈൻമെന്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം, പിന്നെ നിങ്ങൾ എക്സാം എഴുതിയാലും പ്രശ്നമില്ല. അസൈൻമെന്റ് ഇസ് ലൈക്ക് എ 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്. പക്ഷേ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ എക്സാം എഴുതാനായിട്ട് പറ്റില്ല. ഇവിടെയും ഇതേ ഒരു പാരാമീറ്റർ തന്നെയാണ്. 40% എബവ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇത് പാസ്സായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഒറ്റ തവണ നമ്മൾ എഴുതി ജസ്റ്റ് പാസ് ആവണമെന്നുണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഓപ്ഷൻ ഒന്നുമില്ല. എന്താണോ നിങ്ങളുടെ മാർക്ക് അത് തന്നെയായിരിക്കും നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡിൽ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവാലുവേഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ആണ് നമുക്ക് വരുന്നത്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആൻഡ് ടെർമിനൽ എൻഡ് എക്സാമിനേഷൻ. ഈ കണ്ടിന്യൂസ് ഇവാലുവേഷനിൽ വരുമ്പോഴത്തേക്കും എന്താ പറയാ, ഇപ്പൊ ഒരു നിങ്ങളുടെ കോഴ്സിൽ വരുമ്പോഴത്തേക്കും അസൈൻമെന്റിന്റെ മാർക്കാണ് നിങ്ങൾക്ക് നോക്കുന്നത്, ഇന്റേണൽ മാർക്സ് പോലെ.
പിന്നെ ഗ്രേഡിംഗ് സ്കീം എന്ന് പറയുന്നത് നമ്മുടെ ടെർമിനലിന്റെ എക്സാമിനേഷന്റെ ആ ഒരു രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. അതായത് അസൈൻമെന്റിന്റെ 30%ഉം ടെർമിനലിന്റെ എക്സാമിനേഷന്റെ 70% മാർക്കും കൂടെ കൂടിയിട്ടാണ് ഓവറോൾ ഗ്രേഡ് കാർഡ് റിലീസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് നിങ്ങളുടെ പ്രോഗ്രാം കംപ്ലീഷന്റെ കാര്യങ്ങൾ. ഇനി നമ്മൾ യൂണിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്പിനകത്ത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ റെക്കോർഡഡ് ലെക്ചേഴ്സ് നല്ലപോലെ മനസ്സിലാക്കുക. ആദ്യം റെക്കോർഡഡ് ലെക്ചേഴ്സ് ഒന്ന് കാണുക. ഹെൽപ്പ് ബുക്ക് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ബുക്ക് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട്, നിങ്ങൾക്ക് ഹെൽപ്പ് ബുക്ക് ആയിരിക്കും. ഹെൽപ്പ് ബുക്ക് നോക്കി ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ നിങ്ങളുടെ SLM-ലേക്ക് പോവുക. സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവുക. മൊത്തത്തിൽ അപ്പൊ നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. റെക്കോർഡഡ് ലെക്ചേഴ്സ് കാണുന്ന സമയത്ത് ഹെൽപ്പ് ബുക്ക് യൂസ് ചെയ്യാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക്സ് എന്തൊക്കെയാ കവർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ SLM വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട്. എന്നിട്ട് എക്സാംപീഡിയ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ എക്സാം സ്പെഷ്യൽ ഗൈഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമാണെന്നുള്ളത് ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ പഠിക്കാനും പറ്റും, നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ശരിയാണ്, കുറെ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് പഠിക്കാൻ ഒട്ടും സമയമില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഫാസ്റ്റ് ട്രാക്ക് പാത്താണ് പറഞ്ഞു തരാൻ പോകുന്നത്. ബിസിയാണ്, നിങ്ങൾ ഒരു വീക്ക് ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്, വർക്കിംഗ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ലെക്ചേഴ്സ് നിങ്ങൾ 1.25 സ്പീഡിൽ കാണാം. എന്നിട്ട് ഹെൽപ്പ് ബുക്കും കൂടെ വെക്കാം. അപ്പൊ ആ സമയത്ത് എന്താണ്, നിങ്ങൾക്ക് എന്താണ് ആ ലെസണിൽ പറയുന്നത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോ സമയം കിട്ടുന്നു അപ്പൊ SLM, അതായത് ഈ ഹെൽപ്പ് ബുക്കിൽ മാർക്ക് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ജസ്റ്റ് കീവേഡ്സ് പോലെ ഇങ്ങനെ എഴുതിയെടുക്കുക. 1.25 സ്പീഡിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള സ്പീഡാണ്. ബിസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി എക്സാം അടുത്ത് വന്നു, ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാന്നുള്ള രീതിയിൽ പഠിക്കണം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാംപീഡിയ, നമ്മുടെ എക്സാം സ്പെഷ്യൽ ഗൈഡ് നോക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സെഷൻ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. എക്സാമിന് ഒരു 3-5 ദിവസം മുമ്പൊക്കെ ആയിരിക്കും ആ ഒരു വീഡിയോ റിലീസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്നിട്ട് ഏതൊക്കെ ബ്ലോക്കാണ് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളതിന് മാത്രമേ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന സെഷൻ നടത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ നടത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിലൊരു ഐഡിയ കിട്ടും. 1-2 ആൻസേഴ്സ് ഒന്ന് എഴുതി ഒന്ന് ഹെൽപ്പ് ബുക്കോ അല്ലെങ്കിൽ നമ്മുടെ എക്സാം വീഡിയോ ഒന്ന് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഞാൻ എല്ലാം എഴുതുന്നില്ലേ എന്നുള്ളൊരു കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഒരു കൺസെപ്റ്റ് ഭയങ്കര ടഫാണ്, നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ബുക്കിൽ ഈ ചെറിയ ഫ്ലോ ചാർട്ട് പോലത്തെ ഡയഗ്രംസ് ഒക്കെ കാണുന്നുണ്ടാവും. എല്ലാത്തിനും ഒന്നും ഉണ്ടാവില്ല, ചിലതിനൊക്കെ ഫ്ലോ ചാർട്ട് പോലത്തെ ഡയഗ്രംസ് ഉണ്ടാവും. അത് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ വിഷ്വൽ കപ്പാസിറ്റിയാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ റീഡിംഗ് കപ്പാസിറ്റിയെക്കാളും ഒരു കാര്യം കണ്ടു പഠിക്കുന്നതാണ് നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം. ഇത് കഴിഞ്ഞിട്ട് കാണുന്ന റെക്കോർഡ് ലെക്ചേഴ്സ് വളരെ പതുക്കെ ഇരുന്ന് കാണാനായിട്ട് നോക്കുക. എന്നിട്ട് നമ്മുടെ എക്സാം പീരിയഡ് കൂടെ നോക്കിയാൽ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾ അലോട്ട് ചെയ്തിട്ടുള്ള ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതത് മെന്റേഴ്സ്, ഇപ്പൊ നിങ്ങളുടെ മെന്റർ ഞാനാണല്ലോ, അപ്പൊ നിങ്ങൾ നേരെ ഈ ടോപ്പിക് ഒന്ന് സ്പെസിഫൈ ചെയ്യുക, എന്നോടൊന്ന് ചോദിക്കുക എങ്ങനെയാണ് എന്നുള്ളത്. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾ ടഫ് കൺസെപ്റ്റ് ഒക്കെ പഠിക്കുന്നത്. ഇനി കോർ ആയിട്ടുള്ള നമ്മുടെ സ്റ്റഡി ഹാക്സ്, റെക്കോർഡഡ് ലെക്ചേഴ്സ് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതായത് ഇപ്പം നമുക്ക് ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ 1.25 സ്പീഡിൽ നമ്മുടെ എന്താ പറയാ ഓരോ കീവേഡ്സ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തിട്ട് അതിനെ പറ്റി പഠിക്കാം. അപ്പൊ നമ്മൾ ഈ സ്പീഡിൽ വായിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൺസെപ്റ്റ് ഒക്കെ ഒന്ന് സ്വാപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത് മേക്ക് ഷുവർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ലൈവ് സെഷൻസ് വരുമ്പോൾ, മെന്റർഷിപ്പ് പ്രോഗ്രാമിലുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. നമ്മൾ അക്കാഡമിക് ടൈം ടേബിൾ ഒക്കെ റിലീസ് ചെയ്ത് ലൈവ് സെഷൻസ് വരുന്ന സമയത്ത് ആ ലൈവ് സെഷനിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഡൗട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫാക്കൽറ്റീസിന്റെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അതത് മെന്റർ അല്ലെങ്കിൽ LSEസിന്റെ അടുത്ത് ചോദിച്ച് ആ ഡൗട്ട് ക്ലിയർ ചെയ്തു എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം. ഓക്കെ. പിന്നെ ഹെൽപ്പ് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന എന്താണ് ചെറിയ ചെറിയ ഐഡിയാസ്. ഈ ഹെൽപ്പ് ബുക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോഴല്ല നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നത്. എക്സാം അടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ചില ബ്ലോക്കൊന്നും നമുക്ക് ഒട്ടും വായിച്ചിട്ടില്ല, കാരണം നമ്മൾ അത്രയും ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ ഈ ചെറിയ ചെറിയ ടോപ്പിക്സിനെ ഇലാബറേറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി, അത്യാവശ്യം നല്ല ഇംഗ്ലീഷിൽ അത്യാവശ്യം കമാൻഡ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് നമുക്കത് നല്ലപോലെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. Make sure you are writing the sentences or the phrases which are given in the
ടെക്സ്റ്റ് ബുക്ക് ഇറ്റ്സെൽഫ് അല്ലെങ്കിൽ SLM തന്നെയുള്ളതാണെന്ന് ഒന്ന് മേക്ക് ഷുവർ ചെയ്യുക. അത് കുറച്ചും കൂടി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നല്ലതാണ്. അതൊരു പ്രോ ടിപ്പാണ്. ഓക്കെ, ഇനി എക്സാം PDF നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ടോപ്പ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്ന 10 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അതൊന്ന് എഴുതി നോക്കുക. ഓക്കെ, എഴുതി തന്നെ നോക്കണം. ഇവിടെ നിങ്ങൾക്ക് പ്രശ്നം വരാനുള്ള ഒരു ചാൻസ് ഈ സമയം കിട്ടാതെ വരുന്നതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്നു, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ആലോചിക്കുന്നു, അതിനെ പറ്റി കഥ എഴുതണം, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് സമയം കുറച്ച് അവിടെ എന്താ പറയാ പോവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യന് ഇടേണ്ട ടൈമിനേക്കാൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് എഴുതി നോക്കണം എന്ന് പറഞ്ഞത്. ഒരു കരിയർ ഗ്യാപ്പ് കഴിഞ്ഞു വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കരിയർ ഗ്യാപ്പ് ഉള്ളവരായിരിക്കും. നിങ്ങൾക്ക് എഴുതി ശീലം ഉണ്ടാവില്ല, കൈ വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ചതുപോലെ തലയിലുള്ള കാര്യങ്ങൾ ഇതിന് പേപ്പറിനകത്തോട്ട് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അതത് റിലീസ് ചെയ്യുന്ന അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യനും ആൻസറും നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഇതൊരു ഗൈഡ് ബുക്ക് പോലെ യൂസ് ചെയ്യുക. സെയിം സാധനം തന്നെ കോപ്പി ചെയ്ത് വെക്കരുത്. അതൊരിക്കലും നല്ലതായിട്ടുള്ള ഒരു പ്രവണതയല്ല. കാരണം അത് നിങ്ങളുടെ എന്താ പറയാ ക്രിയേറ്റിവിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആസ് എ മെന്റർ ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യില്ല. മേക്ക് ഇറ്റ് ആസ് എ ഗൈഡ് ബുക്ക്. അതിൽ കംപ്ലീറ്റ് ആൻസേഴ്സ് ഉണ്ട് അതിനകത്ത്. നിങ്ങൾ എന്ത് ചെയ്യണം, അതിനൊരു ഗൈഡ് ബുക്ക് ആയിട്ട് യൂസ് ചെയ്തിട്ട് പഠിച്ചിട്ട് എഴുതാനായിട്ട് നോക്കുക. സോ എന്തായി, അപ്പൊ ആ പഠിപ്പും കൂടെ അതിന്റെ കൂട്ടത്തിൽ നടക്കും. മേ ബി അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടെർമിനൽ എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് അത് ചെയ്തൂടെ. ജസ്റ്റ് ഇങ്ങനെ കോപ്പി ചെയ്ത് എഴുതുന്നതിനേക്കാളും വളരെ നല്ലൊരു കാര്യമല്ലേ നമ്മളൊരു കാര്യം പഠിച്ചിട്ട് എഴുതുക എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾ നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സെഷൻ നമ്മൾ നോക്കും. ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സെഷൻസും നമ്മൾ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ, മെഷീൻ ലേണിംഗ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ലേൺവൈസിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നോ ഫോക്കസ് എന്ന് പറയുന്ന ഇഗ്നോ ഫോക്കസ് 4.0 കഴിഞ്ഞ സീസണിൽ നടന്നിട്ടുള്ളതാണ്. അതിൽ P/QA നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സ് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഇതിപ്പോ പുതിയ റിലീസ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പൊ ബാക്കി MSc കെമിസ്ട്രി അല്ലെങ്കിൽ MSc ഫിസിക്സ് അല്ലെങ്കിൽ MBA പോലെയുള്ള പ്രോഗ്രാംസിന്റെ ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മളൊരു അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ നമ്മൾ അതിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ ബ്ലോക്കാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നതിൽ നോക്കുന്നുണ്ടാവാം. പിന്നെ ഇപ്പോ അല്ലാതെ നിങ്ങൾക്ക് വരുന്ന സപ്പോർട്ട്, ഇപ്പൊ വിത്ത് മെന്റർഷിപ്പിലുള്ള ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസ് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ എല്ലാവരും പറയാം, മാം ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എനിക്ക് ഒട്ടും കിട്ടുന്നില്ല, എനിക്ക് ഒരു സെപ്പറേറ്റ് സെഷൻ എടുത്തൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ലൈവ് സെഷൻസ് ഉണ്ടാവും, ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും. പക്ഷെ എക്സാം ആവുന്ന സമയത്ത് നിങ്ങൾ അത് ഡിമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ whoever your mentor is, they will be giving you this exam special live sessions if at all you guys are asking me. Okay, അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എനിക്ക് DM ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ DM ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അതും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, വിത്ത് മെന്റർഷിപ്പ് പാക്കേജിലുള്ള ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ. അതല്ലാതെ നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇഗ്നോ മോഡൽ എക്സാംസ് സെലക്ട് ചെയ്ത ഒറ്റ പേപ്പറിന് നമ്മൾ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ടെർമിനലിന്റെ എക്സാമിനേഷൻ വരുന്ന സമയത്ത് എക്സാം രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. നിങ്ങൾ ഇഗ്നോ സമർത്ത് വഴിയായിരിക്കും നിങ്ങളിപ്പോ എക്സാം രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ മേ ബി നിങ്ങൾക്ക് ലേൺവൈസിന്റെ അഡ്മിഷൻ എടുത്തതുപോലെ തന്നെ ലേൺവൈസിന്റെ ഹെൽപ്പോട് കൂടി തന്നെ എക്സാം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹാപ്പിനെസ് അംബാസിഡർ സെഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെന്റൽ ഹെൽത്ത് വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും നമുക്കൊരു മോട്ടിവേഷൻ പോവാണ്, അതായത് ഇപ്പൊ ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പോരാ, കുറച്ചും കൂടെ എന്നെ പഠിത്തത്തിൽ എനിക്കൊന്നും കൂടി ഒരു മോട്ടിവേഷൻ വേണം, ഐ നീഡ് എക്സ്റ്റേണൽ സപ്പോർട്ട്, ഒരു മെന്റൽ ഹെൽത്ത് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസ് ഉണ്ട്. സൈക്കോളജി മെന്റേഴ്സ് ഇവിടെ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി അവര് ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ച ആൾക്കാർ നിങ്ങൾക്ക് ആ സെഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം EEP എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരൊന്നല്ല, ബട്ട് നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതായിരിക്കും അതിൽ കുറച്ചും കൂടെ രസം. ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനല്ല, നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും മറ്റൊരാളുടെ മുമ്പിൽ സംസാരിക്കാനുമായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് EEP പ്രോഗ്രാംസ് ഉണ്ട്. കരിക്കുലർ ആയിട്ടുള്ള ഇവന്റ്സ് ഇപ്പം ഇനി അടുത്തത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഓണം സെലിബ്രേഷൻസ് ഒക്കെ നടത്തും. അല്ലാതെ തന്നെ നിങ്ങളിപ്പോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒരുപാട് കൾച്ചറൽ ഇവന്റ്സ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അങ്ങനത്തെ കൾച്ചറൽ ഇവന്റ്സ് ഒക്കെ നമ്മൾക്ക് നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന അതേ ഒരു ഫീൽ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ കൾച്ചറൽ ഇവന്റ്സ് ഇവിടെ
പോസ്റ്റ് ചെയ്യുന്നതായിട്ടുണ്ടാവും. പിന്നെ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്, അതായത് നിങ്ങൾക്ക് എന്താ പറയാ കരിയർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡൗട്ട്സ്. ഇപ്പൊ നിങ്ങൾക്കറിയാം ക്വാളിറ്റി മാനേജേഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാണ്. ഇതല്ലാതെ വാട്ട് എൽസ് നിങ്ങൾക്ക് ഇതിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ലേൺവൈസിന്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് അതൊക്കെ കോമൺ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ഓക്കെ, ഇനി നിങ്ങളുടെ അക്കാഡമിക് ടൈം ടേബിൾ ഒന്ന് റോൾ ഔട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, വെരി ഫൈൻ. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഇയർ 1 കുറച്ച് കോഴ്സസിന്റെ ആയിട്ടുള്ള അക്കാഡമിക് ടൈം ടേബിൾ എന്ന് പറയുന്നത്. സോ ഈ അക്കാഡമിക് ടൈം ടേബിൾ നോക്കുമ്പോഴത്തേക്കും 12th August ഇന്ന് തുടങ്ങുന്ന അക്കാഡമിക് ടൈം ടേബിൾ ആണിത്. ട്യൂസ്ഡേ നിങ്ങൾക്ക് ഇന്ന് തുടങ്ങുന്ന ടൈം ടേബിൾ ആണ്. നിങ്ങൾ ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 7:30 എന്ന് പറയുന്ന ഒരു ടൈം സ്ലോട്ട് ഇതിൽ കാണുന്നുണ്ടാവും. 7:30 എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ദിവസം ഓരോ വീഡിയോസ് വെച്ച് കാണുന്ന രീതിയിലാണ്. അത് നിങ്ങൾക്ക് രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോഴാണ് നിങ്ങൾക്ക് സമയമുള്ളത് ആ സമയത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പൊ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ട് MPV 1001 എന്ന് പറയുന്ന ഫുഡ് മൈക്രോബയോളജി എന്ന് പറയുന്ന പേപ്പറാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഫുഡ് മൈക്രോബയോളജിയുടെ പേപ്പറിൽ ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കാണാം, പിന്നെ ലെസൺ 1 കാണാം, ലെസൺ 2 കാണാം. അങ്ങനെ നിങ്ങൾ ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും 30th August മുതൽ 4th September വരെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ലൈവ് സെഷൻ ഇതിന്റെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ബ്ലോക്ക് 1 നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീക്ക്ലി കോളിന്റെ സമയത്ത് നിങ്ങൾക്ക് എന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഫുഡ് മൈക്രോബയോളജിയിൽ ഈ ഒരു പോർഷൻ എനിക്ക് അറിയത്തില്ല, അപ്പൊ എനിക്ക് അതിൽ എക്സ്ട്രാ ഒരു ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പറഞ്ഞാൽ നമ്മുടെ ലൈവ് സെഷൻ ചെയ്യുന്ന ഫാക്കൽറ്റീസിന്റെ അടുത്ത് അത് കൺവേ ചെയ്ത് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ചോദിക്കാം. ഈ ഒരു 4 ദിവസത്തിൽ അല്ലെങ്കിൽ ഈ ഒരു 5 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ദിവസം നൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവുക. അങ്ങനെ ഫുഡ് മൈക്രോബയോളജിയുടെ ഓരോ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു സെഷൻസ് ഉണ്ടാവും. അപ്പൊ ഫുഡ് മൈക്രോബയോളജിയുടെ ബ്ലോക്ക് 2 കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഉണ്ട്. പിന്നെ അടുത്ത ബ്ലോക്കിന്റെ കൂടെ ബാക്കി ക്ലാസ്സസും കൂടെ വരുന്ന സമയത്ത് അതിന്റെയും കൂടെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ ഇതാണ് നിങ്ങളുടെ അക്കാഡമിക് ടൈം ടേബിൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു അക്കാഡമിക് ടൈം ടേബിൾ ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേനും ആക്ഷൻ ടാസ്കിന്റെ കൂടെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് സിലബസിനെ കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു മാധവി മാം തന്നത് അല്ലെ. അപ്പം ഏകദേശം എല്ലാവർക്കും എന്തൊക്കെ പഠിക്കാനുണ്ട്, ഏതൊക്കെ പേപ്പർ വരുന്നുണ്ട്, ഓരോ പേപ്പറിൽ നമുക്ക് ഓവറോൾ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും ആയിട്ടുണ്ടാവും. സോ അതിന്റെ ബേസിസിൽ തന്നെയാണ് നമ്മൾ ആക്ച്വലി ആക്ഷൻ ടാസ്കും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എനിക്ക് ഈ പേപ്പറിനോട് ഇഷ്ടം തോന്നുന്നുണ്ട്, ഈ പേപ്പറിനോട് എനിക്ക് വലിയ താല്പര്യം വരുന്നില്ല, ഇതിനകത്തെ കണ്ടന്റ് കേട്ടിട്ട് കുറച്ച് കൺഫ്യൂസിങ് ആണ്, അല്ലെങ്കിൽ ഇത് അത്ര പഠിക്കാൻ എളുപ്പമുള്ള ഒരു പേപ്പർ അല്ല, ചിലത് ഇത് ഈസി ആണല്ലോ, അത് പെട്ടെന്ന് കവർ ചെയ്ത് പോകാൻ പറ്റില്ല, അങ്ങനെ ഒരു ധാരണ എല്ലാവർക്കും ആയിട്ടുണ്ടാവും. കാരണം അത്ര വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. സോ അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ആക്ഷൻ ടാസ്കും ചെയ്യേണ്ടത്. ഓക്കെ, സെഷൻ ഫോർ സിലബസ് ഡീകോഡിംഗ് ആക്ഷൻ ടാസ്ക് OP 10.0 നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം 10.0യുടെ ആക്ഷൻ ടാസ്ക് ആണ്. ഒന്നുമില്ല, ഫസ്റ്റ് എല്ലാം ബേസിക് ഡീറ്റെയിൽസ്, നമ്മുടെ നെയിം, എൻറോൾ ചെയ്ത പ്രോഗ്രാം, അസൈൻഡ് മെന്റർ അല്ലെങ്കിൽ LSC. ഇപ്പൊ മെന്റർ ആണെങ്കിൽ മാധവി മാം ആയിരിക്കും ഒരുപാട് ആൾക്കാർക്കുള്ള ലേണേഴ്സിന്റെ മെന്റർ. ഇനി മെന്റർഷിപ്പ് കോഴ്സിൽ അല്ലാത്തവർക്ക് സ്പെസിഫൈഡ് LSCs ഉണ്ടാവും, അവരുടെ പേര് ഏതാന്ന് വെച്ചാൽ കൊടുക്കാം. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പേപ്പറിന് ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് സൈക്കോളജി കൊടുത്തിട്ടുണ്ട്. സൈക്കോളജിയിലെ പേപ്പേഴ്സിനെ റാങ്ക് 1, റാങ്ക് 2, റാങ്ക് 3, റാങ്ക് 4, റാങ്ക് 5, റാങ്ക് 6, അതായത് നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മുടെ പേപ്പേഴ്സിനെ നമ്മൾ റാങ്ക് ചെയ്യാൻ പോവാണ്. ഇപ്പൊ മാം പറഞ്ഞപ്പം ഒരു ഓവർവ്യൂ കിട്ടിയില്ലേ, ഓരോ പേപ്പറിലും നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ അതിന്റെ ബേസിസിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ പേപ്പേഴ്സിനെ റാങ്ക് ചെയ്യുക. ഓക്കെ, റാങ്ക് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത്, നിങ്ങൾ ഏതാണോ റാങ്ക് 1 ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്, സോ റാങ്ക് 1 ഏതാണോ അത് എന്തുകൊണ്ട് ഇത്ര എക്സൈറ്റഡ് ആയി, എന്തുകൊണ്ട് ആ ഒരു പേപ്പറിനോട് ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തു, ആ കാര്യങ്ങൾ ജസ്റ്റ് ഒരു കഥ പോലെ നിങ്ങൾക്ക് എഴുതാം അല്ലെ. ഇന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്ക് അത് ഇഷ്ടമായി. അതിനകത്ത് പഠിക്കാൻ വരുന്നത് കെമിസ്ട്രി റിലേറ്റഡ് ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ അതിനകത്ത് പഠിക്കാൻ വരുന്നത് കുറച്ച് ലോവും കാര്യങ്ങളുമാണ്, അല്ലെങ്കിൽ കുറച്ച് ഇൻസ്ട്രുമെന്റേഷൻസ് ആണ്, കുറച്ച് ലാബ് ഓറിയന്റഡ് ആണ്. ആ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ആ പേപ്പർ ഇഷ്ടമായി. അങ്ങനത്തെ കാര്യങ്ങളാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതേണ്ടത്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് റാങ്ക് ചെയ്ത പേപ്പർ, നമുക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത പേപ്പർ, ഇതിപ്പം വന്നല്ലോ പഠിച്ചല്ലേ തീരുള്ളൂ,
അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തൊരു പേപ്പർ ഉണ്ടാകും. അത് എന്തുകൊണ്ട് നമുക്ക് ആ പേപ്പർ ഹാർഡായി, അത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ കാണിക്കേണ്ടത്. നെക്സ്റ്റ് നമ്മുടെ ഇന്റൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. യുവർ ലേണിംഗ് ഇന്റൻഷൻ, എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ ഇന്റൻഷൻ ആയിരിക്കും. ചിലവർക്ക് ജസ്റ്റ് ഒരു PG, ഇനി ഹയർ കരിയറിന് വേണ്ടിയിട്ട് ഒരു PG, അല്ലെങ്കിൽ ജസ്റ്റ് നോളേജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു PG, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇന്റൻഷൻ ആയിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് വാണ്ട് ടു കംപ്ലീറ്റ് മൈ ഡിഗ്രി PG ബൈ കവറിങ് ആൾ കോഴ്സസ്, എല്ലാ കോഴ്സും കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് PG ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ബെസ്റ്റ് മാർക്കോട് കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. മാർക്കൊന്നും അല്ല എന്റെ ക്രൈറ്റീരിയ. മാർക്ക് എന്തോ ആയിക്കോട്ടെ, ബെസ്റ്റ് ആയിക്കോട്ടെ, ലോ ആയിക്കോട്ടെ, എനിക്ക് കുറച്ച് നോളേജ് അക്വയർ ചെയ്യണം, എന്റെ സബ്ജക്റ്റിനെ കുറിച്ച് ഒന്നും കൂടെ ഡീപ്പായിട്ട് പഠിക്കണം. അങ്ങനെ എന്താണോ നിങ്ങളുടെ ഇന്റൻഷൻ, എന്ത് മോട്ടീവിന്റെ ബേസിസിലാണോ നിങ്ങൾ PG സെലക്ട് ചെയ്തിട്ടുള്ളത്, അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഫിൽ ചെയ്യേണ്ടത്. ഇനിയിപ്പം ഇവിടെ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങളൊന്നും അല്ല നിങ്ങളുടെ ഇന്റൻഷൻ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇന്റൻഷൻ എന്താണോ, നിങ്ങളുടെ മോട്ടീവ് എന്താണോ, അത് നിങ്ങൾക്ക് അതിനകത്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ വരുന്നത് വീക്ക്ലി സ്റ്റഡി സ്ലോട്ട് ആണ് IVP. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാറുള്ളത്? വീക്ക് ഡേ മോർണിംഗിൽ 30 to 60 മിനിറ്റ്, അല്ലെങ്കിൽ ഈവനിങ്ങിൽ നൈറ്റിലാണോ പഠിക്കാറുള്ളത്? സാറ്റർഡേ സൺഡേ, ഇപ്പം വർക്കിംഗ് ആയ ആളുകളെല്ലാം മേ ബി സാറ്റർഡേ സൺഡേ ആയിരിക്കും മേ ബി പ്രിഫർ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ നൈറ്റ് ടൈം ആയിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. ഇനി ചിലവർക്ക് ഈ എല്ലാ ടൈമും പോസിബിൾ ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാതും നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് പോവാം. ചിലവർക്ക് എങ്ങനെയായിരിക്കും, ഈ ടൈം ഒന്നും പോസിബിൾ ആവില്ല. അവരുടെ ടൈം എന്ന് പറയുന്നത് ഓരോ വിത്ത് പേഴ്സൺ അത് മാറിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അത് അവരെന്ത് ചെയ്യാം, അവര് ടിക്ക് ചെയ്തിട്ട് അവരെ ടൈം ഏതാണോ അത് പ്രിഫർ ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് കോൺഫിഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. മീൻസ് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി എല്ലാവരും ചാർജ് ആയി കഴിഞ്ഞു. നമ്മുടെ ഐസ് ബ്രേക്കിംഗ് സെഷൻ എല്ലാം കഴിഞ്ഞ്, അത് കഴിഞ്ഞ് വേറൊരു സെഷൻ, തേർഡ് സെഷൻ കഴിഞ്ഞു, ഫോർത്ത് സെഷൻ ആയിപ്പം. ഇപ്പം ഏകദേശം ഇഗ്നോനെ കുറിച്ചെല്ലാം അറിയാം, നമ്മുടെ സിലബസിനെ കുറിച്ചെല്ലാം അറിയാം, ഓവറോൾ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് ഓവറോൾ ഐഡിയ നമുക്കിപ്പം ഉണ്ട്. സോ അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് കൊടുക്കുന്ന മാർക്ക് എത്രയാണ്? 5 ആവുമ്പോൾ ഹൈ, 1 ഏറ്റവും ലോ, അതിന്റെ ഇടയിൽ ഏതെങ്കിലും ആണെങ്കിൽ ഇടയിൽ ഏതെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആക്ഷൻ ടാസ്കിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ആക്ഷൻ ടാസ്ക് ഇപ്പൊ തന്നെ വൺസ് നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്ന ആ പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ഷൻ ടാസ്ക് അതായത് മെന്റേഴ്സ് അല്ലെങ്കിൽ LSCs പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് കഴിയുന്നതും ഇന്ന് തന്നെ അത് എന്ത് ചെയ്യാം, ഫിൽ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഓവറോൾ സെഷന്റെ ഒരു റീക്യാപ്പ് എങ്ങനെയായിരുന്നു? ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ പ്രോഗ്രാമിന്, നമ്മുടെ ഓവറോൾ പേപ്പേഴ്സിനെ നമ്മൾ ഡീകോഡ് ചെയ്തിട്ടായിരുന്നു അല്ലെ. ഓവറോൾ പേപ്പേഴ്സിനെ കുറിച്ച് ഓരോ ബ്ലോക്കിൽ വരുന്ന യൂണിറ്റുകൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ച് എല്ലാം ഒരു ഓവർവ്യൂ പോലെ മാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ നമ്മുടെ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ടൂൾസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു അല്ലെ. റെക്കോർഡഡ് വീഡിയോസ്, ഹെൽപ്പ് ബുക്ക് എന്താണ്, എക്സാം PD എന്താണ്, അസൈൻമെന്റ് ഗൈഡ് എങ്ങനെയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്, ഇതെല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അത്രയും കാര്യങ്ങളെല്ലാം മാം പറഞ്ഞു തന്നു. പിന്നെ നിങ്ങൾക്ക് ഒഫീഷ്യലി ഒരു ടൈം ടേബിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ടൈം ടേബിൾ ബേസിസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. അതിന്റെ ബേസിസിൽ എന്ത് ചെയ്യും, നമ്മൾ ലൈവ് സെഷൻസും കാര്യങ്ങളും എല്ലാം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഫൈനലി നമ്മൾ ആക്ഷൻ ടാസ്കും ഡിസ്കസ് ചെയ്തു. ഇതായിരുന്നു ഓവറോൾ നമ്മുടെ ഇന്നത്തെ സെഷന്റെ ഒരു ഓവറോൾ റീക്യാപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് സെഷന് ശേഷം ന്യൂ ഹൊറൈസോൺ ഫോം ലേണർ പ്രൊഫൈൽ നിങ്ങൾക്ക് ആൾറെഡി അതായത് മെന്റേഴ്സ് അല്ലെങ്കിൽ LSCs പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. സോ അത് ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്യാത്ത ലേണേഴ്സ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട്, നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, അതായത് മെന്റേഴ്സിനായിക്കോട്ടെ LSCസിനായിക്കോട്ടെ നിങ്ങളെ പ്രോപ്പറായി ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സോ അതിൻ്റെതായ സീരിയസ് തന്നെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും അതുപോലെ ഷഫ്ന മാമിനും ഞാനൊരു വലിയ താങ്ക്സ് പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആക്ഷൻ ടാസ്ക് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതല്ലേ. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ എല്ലാവർക്കും താങ്ക്സ് പറയണ്ടേ. അപ്പോ ഷഫ്ന മാമിനും മുബീന മാമിനും അതുപോലെ തന്നെ ലോജിഷ മാമിനും എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. പിന്നെ എന്റെ പ്രിയപ്പെട്ട ലേണേഴ്സിനും അല്ലെ.